അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. അള്ളാഹ് അറിയണതൊക്കെ അറിയടോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. ഇവരറിയണത് എങ്ങനെ? അതിനുപയോഗിക്കേണ്ടതായ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലമായ ഖദ്ദസല്ലാ 1973-74 പട്ടിക്കാട് ജാമിയ നൂരിയെന്നൊരു അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞാൽ കൂടലങ്ങാടി അടുത്തുള്ള ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഈമാൻ എപ്പോ പോണ ഇവിടുന്ന്. അന്ന് ഉസ്താദന്മാര് മുഴുവനും മൂപ്പരോട് പറഞ്ഞു ഇവൻ നല്ല കുട്ടിയാണ്. കോളേജ് കമ്മിറ്റിന്റെ ആളുകളൊക്കെ പറഞ്ഞു ഇവൻ നല്ല കുട്ടിയാണെന്ന്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ വരികൊണ്ടിക്കോളൂ, ഇതിനുള്ളിൽ പറ്റൂല. അവിടുന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് ക്രിസ്ത്യാനിയായിട്ട് ഈ അബ്ദുൾ റസാഖ്, ഇത് ഫാദർ അൽവിനെ പറ്റിയല്ലോടോ പറയണത്, അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ ഒരുത്തനെ പറ്റിയ, അവൻ കോളേജിന്റെ മുന്നിൽ വന്നിട്ട് ഒരു ജീപ്പിന്റെ മുകളിൽ കയറിയിട്ട് സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. അപ്പൊ ഷെയ്ഖുനാനോട് പലരും ചെന്ന് പറഞ്ഞു, ഷെയ്ഖുനെ പുറത്താക്കി അവൻ അതാ പിന്നെ ജീപ്പിന്റെ മേലെ കയറിയിട്ട് സുവിശേഷ പ്രസംഗം. അപ്പൊ ഷെയ്ഖുന പറഞ്ഞു, എനിക്കടാ അന്ന് തന്നെ ഉറപ്പുള്ള, അതുകൊണ്ടല്ലേ അവന്റെ ഹൃദയത്തിൽ ഈമാനില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിൽ ഈമാനില്ല എന്ന് പറയാനുള്ള അതിന്റെ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ കൈവശമുള്ളവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവരെങ്ങനെ അത് കൈവശപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അത് ദിക്റുകളെ കൊണ്ട് മാത്രമാണ്. അത് ദിക്റു റുക്നുൻ ഖവിയ്യുൻ ഫീ തരീഖിൽ വുസൂലി ഇലൽ ഹഖ് തആല. അല്ലാഹുവിലേക്ക് ചെന്നെത്തണോ? എന്താ ചെന്നെത്താന്ന് പറഞ്ഞാൽ ലൈസൽ മുറാദു ബിൽ വുസൂലി ഇലല്ലാഹി ഇത്തിസാല ദാത്തി ബിദ്ദാത്ത്. അല്ലാഹുവിലേക്ക് ചെന്നെത്താന്ന് പറഞ്ഞാൽ അന്റെ ശരീരവും അല്ലാഹുവിന്റെ വിശുദ്ധമായ ദാത്തും തമ്മിൽ എന്തല്ല ചേർന്ന് നിൽക്കാന്നല്ല, ഈ മരിച്ചു പോകാന്നുമല്ല. അല്ലാഹുവിലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ ബലിൽ മുറാദു ബിഹി മുശാഹദത്തു അസ്റാരി റുബൂബിയ്യത്തി വ ഫൈളാനുൽ മആരിഫിൽ ഇലാഹിയ്യ. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിന്യസിച്ചിട്ടുണ്ടോ. ഇത് ഈ ഇരുന്ന ഇരിപ്പിൽ നിന്ന് കടലിന്റെ അടിയിലുള്ളത് എന്താന്നുള്ളത് മനസ്സിലാക്കേണ്ടതായ ഒരു ഘട്ടം വന്നാൽ അതിനെ മനസ്സിലാക്കാൻ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള ആ മാധ്യമം ഒരു മനുഷ്യന്റെ കയ്യിലെത്തുകയാണ്. ഫൈളാനുൽ മആരിഫിൽ ഇലാഹിയ്യ, മലവെള്ളം കുത്തിവഴുകി വരുന്നത് പോലെ അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുകൾ അങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുക. ശരീഅത്തിന്റെ ഇൽമല്ലാത്ത മറ്റൊരു ഇൽമ എന്നല്ല. അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ശരീഅത്ത് വേറെയാണ്, ഞങ്ങൾ ഔലിയാക്കന്മാര് വേറെയാണ്, വേറൊരു കൂട്ടരാണെന്ന്. അങ്ങനെയല്ല, ശരീഅത്ത് ഉള്ളവനാണ് വലിയ എന്ന് പറഞ്ഞത്. അല്ലാത്തത് മുഴുവണ്ടല്ലോ, ഒന്നും അതിൽപ്പെട്ടതല്ല. ഇനി എവിടെ എത്ര വലിയത് കെട്ടിപ്പൊക്കി വലിയ പള്ളി കെട്ടിയാലും വലിയ സാധനങ്ങൾ കെട്ടി കുറെ ആളുകൾ അങ്ങോട്ട് പോയാലും അതൊക്കെ ശൈത്താന്മാർ തന്നെയാണ്. അത് എവിടെ ഉണ്ടായാലും ശരി, അതൊക്കെ കള്ളന്മാരാണ്, യാതൊരു സംശയമില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ